മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം 10 എംഎൽഎമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, ഏത് തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അനുജ, മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബിരൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെയോടാണ് 10 എംഎൽഎമാർ ഇതിന് അവകാശവാദം ഉന്നയിച്ച് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി അദ്ദേഹത്തിന്റെ രാജ്ഭവനിലെത്തിയാണ് ഈ 10 എംഎൽഎമാർ കൂടിക്കാഴ്ച നടത്തിയത്. അവർ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ 8 പേർ BJP എംഎൽഎമാരാണ്. ഒപ്പം തന്നെ NPP-യിൽ നിന്ന് ഒരു എംഎൽഎയും ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര എംഎൽഎയും ഉണ്ട്. ഇവർ തങ്ങൾക്ക് ഈ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂരിപക്ഷമുണ്ടെന്നും ഞങ്ങൾക്ക് ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും അവർ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും അവരുടെ കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നുണ്ട്. ഇനി മറ്റ് തുടർ നടപടികളൊക്കെ തന്നെ ചർച്ചയാകേണ്ട ഒരു ഘട്ടമാണ്. ഇതിൽ ഗവർണർ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും മണിപ്പൂരിൽ കുക്കി മെയ്തേയ് സംഘർഷത്തിന് പിന്നാലെ വലിയ വിവാദങ്ങളിലേക്കടക്കം വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ മറ്റ് വഴികളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി എൻ ബിരൻ സിംഗ് രാജിവെക്കുന്ന ഒരു പശ്ചാത്തലമടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. പക്ഷേ രാഷ്ട്രപതി ഭരണം തുടരുന്ന ഘട്ടത്തിലും പല മേഖലകളിൽ സമാന രീതിയിലേക്കുള്ള അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതാണെങ്കിലും ഈ രാഷ്ട്രപതി ഭരണം മാസങ്ങളായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മണിപ്പൂരിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് 10 എംഎൽഎമാർ. ഇവർ അവകാശവാദം ഉന്നയിക്കാനായി ഗവർണറെ നേരിൽ കണ്ടു. ഗവർണറുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാജ്ഭവനിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ 8 പേർ BJP എംഎൽഎമാരാണ്. ഒപ്പം തന്നെ ഒരാൾ NPP-യെ പ്രതിനിധീകരിച്ചുള്ള എംഎൽഎ, ഒരു സ്വതന്ത്ര എംഎൽഎ എന്നിങ്ങനെ 10 പേരാണ് ഗവർണറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. അതെ, 10 എംഎൽഎമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ 8 പേർ BJP-ക്കാർ, ഒരാൾ NPP, ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര എംഎൽഎ, അങ്ങനെ 10 പേർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. മണിപ്പൂരിൽ വീണ്ടും സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന വിവരമാണ് വിനീത നൽകിയത്.